إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിൻ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരായി ദാസികളായി ജീവിക്കുവാൻ കഠിനമായ പരിശ്രമവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ആമുഖമായും ആത്മാർത്ഥമായും സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നിർവഹിക്കാൻ കഴിഞ്ഞ മുഴുവൻ നന്മകളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരലോക ജീവിതത്തെ നാം എത്രത്തോളം ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രഹസ്യ ജീവിതത്തിലെ സൂക്ഷ്മതയും രഹസ്യ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന സൽക്കർമ്മങ്ങളും. നമുക്കും നമ്മുടെ റബ്ബിനു മാത്രം അറിയുന്ന ചില നന്മകളുടെ ഉടമകളാകാൻ വിശ്വാസികൾക്ക് കഴിയണം. പരസ്യജീവിതത്തിൽ നാം പലതും ചെയ്യുന്നുണ്ട്, അത് മാലോകർ കാണുന്നതുണ്ട്, അല്ലേ? അവർ കാണിക്കാതിരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. ഈ ജുമഅയിലെ വരവ് ആരെയും കാണിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് ആരെയും കാണാതിരിക്കാൻ നമുക്ക് വകുപ്പില്ല. പക്ഷെ ആരാരും അറിയാത്ത ഒരുപാട് നന്മകളുടെ ഉടമകളാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഉടമകളാകാൻ വിശ്വാസിക്ക് കഴിയണം. അത് കഴിയുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ പരലോക വിശ്വാസമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. സഹോദരങ്ങളെ, ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഉക്തുമു ഹസനാതിക്കും കമാ കുന്തും തക്തുമൂന സയ്യിആതിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ അത് കൂടെയുള്ള ഭാര്യക്കറിയില്ല, മക്കൾക്കറിയില്ല, സഹപാഠികൾക്കോ സഹപ്രവർത്തകർക്കോ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാൾക്കും അറിയില്ല.
എല്ലാവരിൽ നിന്നും നാം മൂടി വെക്കുന്നത് പോലെ നിങ്ങൾ നന്മകളെ മൂടി വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനെന്ത് വേണം? അവർക്കാർക്കും അറിയാത്ത നന്മകൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകണമെന്നാണ്. വലിയ പ്രോത്സാഹനമാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. സ്വതക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന സൂറത്തുൽ ബഖറയിൽ വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇൻ തുബ്തു സദഖാതി ഫനിഇമ്മാ ഹിയ. നിങ്ങൾ സ്വതക്കകൾ പുറത്ത് കാണുമ്പോൾ ഇതും കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ്. വ ഇൻ തുഖ്ഫൂഹാ വ തുഅ്തൂഹൽ ഫുഖറാ ഫഹുവ ഖൈറുൻ ലക്കും. ഇനി അത് നിങ്ങൾക്ക് ആരെയും കാണിക്കാതെ അർഹതപ്പെട്ട ആളുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന്. വയുകഫിറ അൻകും സയ്യിആതികും. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് എമ്പാടും വലിയ കാരണമാണെന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ ക്ലിയർ ആയിക്കൊണ്ട് വിശദീകരിച്ചു. ഇന്നല്ലാഹ യുഹിബ്ബ്. അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള ആളുകളുടെ ക്വാളിറ്റി പറയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയൽ ഖഫീ. 3 സ്വഭാവവിശേഷണങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു അടിമയെ ഇഷ്ടമാണ്. എന്താ അടിമയുടെ പ്രത്യേകത? അവൻ തഖിയാണ്, ഭയഭക്തിയുള്ളവനാണ്. അവൻ ഗനിയാണ്, ഉള്ളതുകൊണ്ട് തൃപ്തി അടയുന്ന മനുഷ്യനാണ്. വൽ ഖഫീയാണവൻ. അവൻ്റെ അരികിൽ ആരാരും കാണാത്ത, തനിക്കും തൻ്റെ റബ്ബിന് മാത്രം അറിയുന്ന ഒരുപാട് നന്മകൾക്കുടമയാണവൻ. എങ്കിൽ ആ മനുഷ്യനെ റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുമെന്നാണ്. ഇന്നല്ലാഹ ലാ യുൽഖി ഹബീബഹു ഫിന്നാർ. അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരുത്തനെ നരകത്തിലേക്ക് റഹ്മാനായ റബ്ബ് വിട്ടുകൊടുക്കുകയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ വാചകങ്ങളും ഈ ആയത്തുകളും ഈ ഹദീസുകളുമൊക്കെ നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടന്നിരുന്നു. അവർ കഴിവിൻ്റെ പരമാവധി നന്മകളെ ഗോപ്യമാക്കി വെച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മുൻഗാമികളുടെ വാചകങ്ങൾ നിങ്ങൾക്ക് കാണാം. അയ്യിക്കും ഇസ്തതാഅ അയ്യകൂന ലഹു ഖബീഅത മിൻ അമലിൻ സാലിഹ് ഫൽയഫ്അൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്മകൾ രഹസ്യമാക്കാൻ കഴിയുമോ എങ്കിൽ നിങ്ങളത് ചെയ്തോളിയുമെന്നാണ്. കാരണം എന്താണെന്നറിയോ സഹോദരങ്ങളെ, അതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. ശരിയല്ലേ? നോക്കൂ നിങ്ങൾ, വഫ്ദലുൽ അഅ്മാൽ, നാം നിർവഹിക്കുന്ന ഏറ്റവും നല്ല അമലുകൾ ഏതാണെന്നറിയോ? ഖശ്യത്തുല്ലാഹി ഫി സിർരി വൽ അലാനിയ. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹനെ ഭയപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതന്നെയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ, ഉള്ളിലൊരു പേടി, ഉള്ളിലൊരു ബേജാറ്, ഉള്ളിലൊരു ഭയം. പടച്ചോനെ റബ്ബേ എന്നൊരു പേടിയും ബേജാറുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ നന്മ അതാണ് എന്ന് പണ്ഡിതന്മാർ പറയാണ്. പക്ഷെ അതാർക്കും ഉണ്ടാകാന്നറിയോ? വഖശ്യത്തുല്ലാഹി ഫി സിർരി ഇന്നമാ തസ്തുറു അൻ ഖുവ്വതി ഈമാനിൻ വമുജാഹദത്തിൻ ലിനഫ്സി വൽ ഹവാ. പക്ഷെ അതെങ്ങനെ വരുള്ളൂ? ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ ഈമാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. മുൻഗാമികളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് മാതൃകകളുണ്ട്. ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നും 1-2 കാര്യങ്ങൾ മാത്രം പറയാം. മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവത്തിൽ നമ്മുടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ത്വൽഹാ റളിയല്ലാഹു അൻഹു ഖറജ ഫീ സവാദിൽ ലൈൽ. രാത്രി കൂരാകുരുട്ടിയുള്ള സമയത്ത് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അദ്ദേഹം ഇങ്ങനെ പോണ സമയത്തുണ്ട് ഒരാളെ കാണുകയാണ്. അതാരാ? ഒന്നുകൂടെ സൂക്ഷ്മതയോടുകൂടെ നോക്കിയപ്പോൾ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എന്താ അദ്ദേഹം ചെയ്യുന്നത്? ഒരു വീട്ടിനുള്ളിലേക്ക് കയറുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെയും എന്താ ആവശ്യത്തിന് വേണ്ടി ഉള്ളിൽ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അദ്ദേഹം ആ വീട് നോട്ട് ചെയ്തു. പുലർന്നപ്പോൾ അദ്ദേഹം അവിടെ പോയി. ഫലമ്മ അസ്ബഹ ദഹബ ഇലാ ദാലിക്കൽ ബൈത്ത്. ആ വീട്ടിലേക്ക് അദ്ദേഹം പോയി. അവിടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ആരെന്നറിയോ? ഫഇദാ ബിഅജൂസിൻ അംയാ മുഖഇദ. എണീറ്റ് പോരാൻ, നടക്കാൻ പോലും കഴിയാത്ത വന്ധ്യയായ അല്ലെങ്കിൽ അന്ധയായ ഒരു വയോവൃതയായ ഒരു സഹോദരിയാണ്. എണീറ്റ് നടക്കാൻ കഴിയില്ല, കണ്ണ് കാണൂല. പ്രായം തളർത്തിയ ഒരു ഉമ്മയാണ് ആ ത്വൽഹാ റളിയല്ലാഹു അൻഹു അവിടെ കാണാൻ കഴിഞ്ഞത്. ചോദിച്ചു, ആരാ ഇവിടെ വന്നതെന്നറിയോ? എനിക്കറിയില്ല. എന്നൊരാളിൻ്റെ അടുത്തേക്ക് വരാറുണ്ട് ഒരു സമയമാകുമ്പോൾ. എന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉമ്മ പറയാണ്, ഇന്നഹു യതആഹുദനി മുൻദു കദാ വകദാ. കുറേ കാലമായിട്ട് അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. യഅതീനി ബിമാ യുസ്ലിഹുനി. അദ്ദേഹം എന്നിലേക്ക് വരുന്ന എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരാൻ വേണ്ടിയിട്ടാണ്. വയുഖ്രിജു അന്നി അൽ അദാ. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം അറിയോ? ഞാൻ ഈ കടന്ന കടപ്പിൽ കിടക്കൽ, എണീക്കാൻ മറ്റൊന്നും കഴിയില്ല.
എൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന മാലിന്യങ്ങൾ പോലും വിസർജ്യങ്ങൾ പോലും ആ മനുഷ്യൻ വന്ന് നേരാക്കി തന്നു പോകുകയാണെന്നാണ്. ആര് ആ കാലഘട്ടത്തിലെ രാജാവ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സിംഹാസനത്തിൻ്റെ അധിപൻ അല്ലേ, പട്ടുമെത്തയിൽ അന്തി ഉറങ്ങേണ്ട മനുഷ്യൻ. അദ്ദേഹം ഇറങ്ങി നടക്കുകയാണ്. എന്തിനാ രാത്രി സെലക്ട് ചെയ്തത്? ആരും തന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മഹാനായ താബിഈ വര്യൻ സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചു. അദ്ദേഹത്തെ കൂട്ടുകാർ കുളിപ്പിക്കുകയാണ്. കുളിപ്പിക്കുന്നതിനിടയിലാണ് തൻ്റെ മുതുകത്ത് ഒരു പാട് കാണുന്നത്. ആളുകൾക്ക് അത്ഭുതമായി, ഞങ്ങൾക്കൊന്നില്ലാത്തൊരു പാടെന്താ ഇങ്ങനെ അദ്ദേഹത്തിന്? അപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ മരണം നടന്നതിന് ശേഷം മദീനത്ത് ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെയായി. ദരിദ്രരായ കുടുംബങ്ങൾ ഭക്ഷണം കിട്ടാതെയായി. അപ്പം എന്താ, ആ നാട്ടിലെ പാവപ്പെട്ട കുടിലുകൾക്ക് ആരാരും അറിയാതെ ഭക്ഷണത്തിന് വിഭവങ്ങൾ എത്തിയിരുന്നു എന്നാണ്. അലി ഇബ്നുൽ ഹുസൈൻ, അദ്ദേഹം മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് രഹസ്യമായിക്കൊണ്ട സ്വതക്കകൾ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നില്ല എന്നാണ്. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ഒരു ജീവിതം നടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കിട്ടിയിരുന്നു എന്നാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പല കുടുംബങ്ങളും പട്ടിണിയായി. അപ്പോഴാണ് അറിയുന്നത്, ഇദ്ദേഹം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്വന്തം ചുമലിൽ, വേറെ ആളെ വിളിച്ചാൽ എന്താവും, നാട്ടുകാരറിയും, അതുണ്ടാകാൻ പാടില്ല. അദ്ദേഹം തന്നെ ആ കുടുംബത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ സ്വന്തം ചുമലിൽ കൊണ്ടുപോയി ആരും കാണാതെ അവിടെ കൊണ്ടുപോയി എത്തിച്ചിരുന്നു എന്നാണ്. ചില ചരിത്രമൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇങ്ങനെയൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ, ഉണ്ട്. മുൻഗാമികളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ഈമാൻ അത്രയും പവർഫുള്ളായിരുന്നു. മഹാനായ ദാവൂദ് ബിൻ അബി ഹിന്ദ് റഹ്മത്തുള്ളാഹി അലൈഹി 40 വർഷം സുന്നത്ത് നോമ്പ് നോറ്റുന്നതാണ്. 40 വർഷം 40 സന ലാ യഅലമു ബിഹി അഹ്ലുഹു, തൻ്റെ പെരക്കാരത്തിക്ക് പോലും അത് അറിയില്ലായിരുന്നു എന്നാണ്. അദ്ദേഹം എന്നും രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഉച്ചക്കുള്ള ഭക്ഷണം അവരുടെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കും, അത് വാങ്ങി വെക്കും. എന്നിട്ട് ആ ഭക്ഷണം അദ്ദേഹം എന്താക്കും, സ്വതക്ക് കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പുറത്തുനിന്ന് നോമ്പ് തുറക്കും. ഇശാ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയിട്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. മനസ്സിലായില്ലേ നിങ്ങൾ? അറിഞ്ഞിട്ടില്ല, എനിക്ക് നോമ്പാന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് അറിയില്ലായിരുന്നു. 40 വർഷത്തോളം സ്വന്തം കുടുംബക്കാർക്ക് പോലും അറിയാതെ സുന്നത്ത് നോമ്പുമായി കൊണ്ടവർ മുന്നോട്ട് പോയെന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ, ഇഷ്ടം പോലെ ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഈ വിഷയത്തിൽ മാത്രം നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് സ്പാർക്കാകാൻ ഇത് മാത്രം മതിയാകും. എന്താ നേട്ടങ്ങൾ? ഈ പറയപ്പെട്ടതുപോലെ രഹസ്യമായ ഒട്ടനേകം നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുള്ള നേട്ടം എന്താണെന്നറിയോ? ഒന്ന്, മനസ്സ് വിശുദ്ധമാക്കാൻ കഴിയും തന്നെയാണ്. കറകളഞ്ഞ ഈമാനിൻ്റെ ഉടമകളാകാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയും. ഉള്ളിൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സംഗതിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം ഇതിന് മാർക്കിടാൻ ഒരാളുമില്ല, ഇതിന് ലൈക്ക് തരാൻ ഒരാളുമില്ല, ഇത് സ്റ്റാറ്റസ് വെക്കാൻ ഒരാളുമില്ല, ഇതിൻ്റെ ഫോളോവറായി കൂടാൻ ഒരാളുമില്ല. ഇത് എനിക്കും എൻ്റെ റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അതുണ്ടാകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ പരലോകം സെറ്റ് ചെയ്യപ്പെടും. മനസ്സിൻ്റെ ഉള്ളിൽ 6 അടി മണ്ണ് എന്ന ഒരു ചിത്രം അതങ്ങനെ തന്നെ കിടക്കും. അവൻ്റെ ഈമാനിനെ പുഷ്ടിപ്പെടുത്താൻ സഹോദരങ്ങളെ രഹസ്യ ജീവിതത്തിലെ കർമ്മങ്ങളെ കൊണ്ട് കഴിയുമെന്നാണ്. പിന്നെ പറഞ്ഞ് നാമുകമായി കൊണ്ട് ഓതി വെച്ച സൂറത്തുൽ മുൽക്കിലെ 12ാമത്തെ ആയത്ത് എന്താ? വലിയ പാപമോചനം ലഭിക്കുന്നതാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട ഒരാൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ അങ്ങനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുപാപങ്ങൾക്കുള്ള പരിഹാരമായി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപക്കറകൾ കഴുകിക്കളയാൻ ഇത് തന്നെ എമ്പാടുമാണെന്നാണ്. പ്ലസ് വ അജ്റും കബീർ, തെറ്റുകൾ വിട്ടുകൊടുക്കുന്നു എന്ന് മാത്രമല്ല നന്മകൾ ഒന്നിന് പിറകെ ഒന്നൊന്നായിക്കൊണ്ട് ആ മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ്. പിന്നെന്താ സഹോദരങ്ങളെ, നമ്മൾ പെടുന്ന ചില സമയങ്ങളുണ്ടാവും, ആപത്തുകൾ പെടുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് റഹ്മാനായ റബ്ബിൻ്റെ കാവലിറങ്ങുമെന്നാണ്. ഗുഹാവാസികൾ രക്ഷപ്പെട്ട ചരിത്രം നമ്മൾ ആവേശത്തോടു കൂടെ വായിക്കാറുണ്ട്. അവർ പെട്ടുപോയ സമയത്ത് അവർ അള്ളാഹുവിൻ്റെ മുൻപിൽ വെച്ച് ചില വസീലകൾ തേടി ചില സംഭവങ്ങൾ നിങ്ങൾ കേട്ടില്ലേ അല്ലേ? അതിൽ ഒരാൾ പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇന്ന സേവനം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, രഹസ്യമായിട്ടാണ് ചെയ്തില്ല, ആരും അറിഞ്ഞിട്ടില്ല, അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തരണേന്നാണ് അല്ലേ? ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ കയ്യത്തും തുമ്പത്തും അവളെ കിട്ടി, എല്ലാനുള്ള അവസരം കിട്ടി. പക്ഷേ നിന്നെ ഞാൻ ഭയപ്പെട്ടു,
നിന്നെ ഭയപ്പെട്ടത് കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും ആ തിന്മയെ ഞാൻ മാറ്റിവെച്ചു പടച്ചോനെന്ന് പറഞ്ഞപ്പോൾ റബ്ബ് വിളി കേട്ടു എന്നാണ്. സഹോദരങ്ങളെ, രഹസ്യ ജീവിതത്തിലെ നന്മകളും തിന്മകളിൽ നിന്ന് മാറി നിൽക്കലും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങാൻ അത് കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നെന്താണെന്നറിയോ? ഏത് ഘട്ടത്തിലും സഹോദരങ്ങളെ അള്ളാഹു നമുക്കൊരു ഉറപ്പ് തരുന്നതാണ്. അള്ളാഹ് പറയാ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. വിശ്വാസികളെ, നിങ്ങൾക്ക് അള്ളാഹു ഒരു ഉറപ്പ് തരുന്നതാണ്, ദുനിയാവിലും നാളെ പരലോകത്തിലും. ഏതാ ഉറപ്പെന്നറിയോ? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്ന് ഈ ഹിദായത്തിൽ തന്നെ നിലയുറപ്പിച്ച് മരിക്കാനുള്ള തൗഫീക്കാണ്. അവൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന എന്തെല്ലാം ഫിത്തനകളുണ്ടെങ്കിലും ഇതവനെ ഉറപ്പിച്ച് നിർത്തും, ഹിദായത്തിൽ തന്നെ ഉറപ്പിച്ച് നിർത്തും. രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ശൈത്വാൻ്റെ വസ്വാസുകൾ ഉണ്ടാകുമ്പോൾ അവനെ പടച്ചറപ്പ് അവനക്ക് ഉറപ്പ് കൊടുക്കും. പിന്നെ പറഞ്ഞു, കബറിലെ ചോദ്യങ്ങൾ തുരുതുരാന്ന് വരുമ്പോൾ അവിടെ പേടിച്ചരണ്ട് നിൽക്കാതെ ഒരു ഈമാനിക കരുത്ത് പടച്ചറപ്പ് കൊടുക്കുന്നതാണ്. ആർക്ക്? റഹ്മാനായ റബ്ബിനോടുള്ള ഇவ்விധമുള്ള നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾക്ക്. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജീവിത രീതി. പക്ഷെ നഊദു ബില്ലാഹ്, പിശാചിട്ട ട്രാപ്പിൽ ചില ആളുകളെങ്കിലും പോയി പതിച്ചു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ആളുകളുടെ ഒരു മനസ്സ് സഹോദരങ്ങൾ നമ്മൾ വായിക്കണം. എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യുന്ന നന്മകൾ നാലാൾ കാണട്ടെ എന്ന് അറിഞ്ഞോ അറിയാതെയോ ചിന്തിച്ചു പോകുന്നൊരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഇന്നുള്ളത്, അല്ലേ? തഹജ്ജുദിന് എണീറ്റത്, മറ്റുള്ളവർക്ക് നൽകിയത്, സഹായിച്ചതുമൊക്കെ നാലാളുകൾ അറിയണമെന്ന് കൊതിക്കുന്നൊരു മനസ്സിനുടമകളായിട്ട് നമ്മൾ മാറിയിട്ടുള്ളത് നമ്മൾ നല്ലോണം ആലോചിക്കണം. എത്രത്തോളം ഒരു ഉംറക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവാഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുക. എത്ര മനസ്സാന്നിധ്യത്തോടുകൂടെ ഖുശൂഅോടുകൂടെ എന്തെല്ലാം ജീവിതത്തിലെ പ്രാർത്ഥനകൾ നിർവഹിച്ച് സ്വായത്തമാക്കേണ്ട ആനർഘമായ നിമിഷങ്ങളിലൂടെ പോകുമ്പോൾ പോലും ആളുകൾ അത് ഷോർട്സിനും റീൽസിനും വേണ്ടി വീഡിയോ പകർത്തുന്ന ഖേദകരമായ അവസ്ഥ. താൻ ചെയ്യുന്ന ഇബാദത്തുകൾ പോലും മറ്റുള്ളവരെ മാലോകരെ കാണിക്കുന്ന ഗതികേടിലേക്ക് സഹോദര നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അറിയുക, ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അതിൻ്റെ പിന്നിൽ പിശാച് മാത്രമാണ്. നമ്മുടെ നന്മകളെ ഇല്ലായ്മ ചെയ്യാൻ അവനെടുത്ത പണിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ലോകമാന്യതയുടെ ആളുകളാകാതിരിക്കാൻ സഹോദര നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വല്ലാത്തൊരു വാക്കുണ്ട്. നാളെ പരലോകത്തിലെ നരകം ഇങ്ങനെ കൊണ്ടുവരപ്പെടും. ആ നരകം കത്തിക്കപ്പെടുന്നത് ആരെക്കൊണ്ടാണെന്നറിയോ? ഒന്നും കൂടെ ലൈറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് ആരെക്കൊണ്ടാണെന്നറിയോ? 3 വിഭാഗമാണ്. അതിലൊന്നൊരു പണ്ഡിതനാ, 2 ഒരു യോദ്ധാവാ, 3 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങേയറ്റം ധനം നൽകിയ മനുഷ്യനാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സമയത്ത് 3 തവണ ബോധം കെട്ടുപോയി എന്ന് പോലും ചരിത്രത്തിൽ കാണാൻ മാത്രം ഭീകരമുള്ള സത്യമാ സഹോദര. അത് അള്ളാഹു റസൂൽ പറഞ്ഞു, യാ അബാ ഹുറൈറ, തുടമെങ്ങനെ കൈ വെച്ചിട്ടാ പറഞ്ഞു. അബൂ ഹുറൈറ, എനിക്കറിയോ, യാ അബാ ഹുറൈറ, ഉലൈക സലാസത്തു അവ്വലു ഖൽഖില്ലാ തുസഉറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഈ 3 വിഭാഗത്തെ കൊണ്ടാണ് നരകം കത്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നല്ലോണം ആലോചിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ലോകമാന്യത വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യസന്ധത നഷ്ടപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാ സ്വദഖല്ലാഹു അബദൻ ഉഹിബ്ബു ശുഹറ. ഫേമസ് ആകണമെന്ന, പ്രസക്തി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയിട്ടില്ല എന്നാണ്. ഈമാനിൻ്റെ മാധുര്യം നഷ്ടപ്പെടുമെന്നാണ്. ലാ യജിദു ഹലാബത്തൽ ആഖിറ റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു നാസ്. ജനങ്ങളിങ്ങനെ അവനെ അറിയണം, ജനങ്ങൾക്കിടയിൽ കീർത്തി നേടണം, ജനങ്ങൾക്കിടയിൽ പബ്ലിസിറ്റി കിട്ടണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പരലോകത്തിൻ്റെ മാധുര്യം നുകരാനുള്ള അവസ്ഥ കിട്ടുകയില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നാം നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ നട്ടു വളർത്തേണ്ടത് സത്യസന്ധമായ ഇബാദത്തുകളായിരിക്കണം. അതിനേറ്റവും നന്നായി നാം ശ്രമിക്കേണ്ടത് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമുക്ക് റബ്ബിനും അറിയുന്ന ഒട്ടനേക നന്മകൾക്കുള്ള ഉടമകളാകാൻ നമുക്ക് കഴിയണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. രഹസ്യമായ സ്വതക്കകൾ, അല്ലേ? ആരും കാണാത്ത
സ്വതക്കുകൾ ഉണ്ടാകണം. എല്ലാ മാസവും ശമ്പളം വരുമ്പോൾ നമ്മൾ ആദ്യം ചിലവാക്കേണ്ടത് ചില നല്ല ഏരിയകൾക്കായിരിക്കണം. പള്ളിക്ക്, അതേപോലെ തന്നെ മതസ്ഥാപനങ്ങൾക്ക്, നന്മയുടെ ഇടങ്ങളിലേക്ക്, ചാരിറ്റിയിലേക്കൊക്കെ ഒരു വിഹിതം കൊടുക്കുക. ഒരാളും അറിയണമെന്നില്ല. നമ്മുടെ എല്ലാ ഐഡൻറ്റിറ്റിയും വ്യക്തമാക്കുന്ന പേര് തന്നെ റെസിപ്റ്റിൽ സ്ഥാനം പിടിക്കണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി നമുക്ക് വേണ്ട. ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അനുഭാവി എന്തെങ്കിലും കൊടുത്താളേ അല്ലേ, വേറൊരാൾ നോക്കും പോലും അത് അറിയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലേ? നമ്മുടെ മുൻഗാമികൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വരുമ്പോൾ ഖുർആൻ ഇങ്ങനെ ഉണ്ട്, ആ വസ്ത്രത്തിൻ്റെ ഇടയിലേക്ക് മറച്ചു എന്നാണ്. എന്തിനാ? ഞാൻ വലിയൊരു ഖുർആൻ ഓത്താണെന്നുള്ളത് മൂപ്പര് കാണാൻ നിലക്കാണ്. ആയത്ത് കേട്ടിട്ട് കണ്ണിന്ന് വെള്ളം വരിക. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നപ്പോൾ ഇങ്ങനെ തുടക്കുക. എന്താ? കരഞ്ഞിട്ടാണ്, അള്ളാനോർത്ത് കരയാണ്. പക്ഷേ എന്താ ഭയങ്കര ജലദോഷമാണല്ലോ എന്നാണ് മൂപ്പര് പറയണേ അല്ലേ. അതൊക്കെയായിരുന്നു അവരുടെ ശ്രദ്ധ, അതൊക്കെയായിരുന്നു അവരുടെ ശ്രദ്ധ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വതക്കയിൽ നിന്നും ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കും. ഇന്ന് അൽഹംദുലില്ലാ ഗൂഗിൾ പേ സംവിധാനം അല്ലേ, ഒരു സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. ആർക്കാ എത്രയാ കൊടുത്തൊന്നും അറിയില്ല. സ്വതക്കകൾ ഗോപ്യമാക്കാനുള്ള അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നന്നായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തണം. അർശിൻ്റെ തണൽ കിട്ടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലുൻ തസദ്ദഖ ബിസ്സദഖ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. തൻ്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാതെ അത്രയും രഹസ്യമായിക്കൊണ്ട് സ്വതക്കകൾ കൊടുത്തവനെ കാത്തിരിക്കുന്നത് സഹോദര അർശിൻ്റെ തണലാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. ഇത്രയൊന്നുമില്ല, ഉള്ളതെന്താണോ മനസ്സ് തട്ടി ബിസ്മിൻ ചൊല്ലി കൊടുക്കാൻ നമുക്ക് കഴിയണം. ജനങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിയണം. സാമ്പത്തികമായി മാത്രമല്ല, ശാരീരികമായി കൊണ്ട് സഹായിക്കണം. ഇപ്പോൾ ഉമർ അള്ളാഹുവിനെ സഹായിച്ചത് ശാരീരികമായിട്ടുള്ള ഹെൽപ്പാണ് അല്ലേ. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഒരു മനസ്സുണ്ടായാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മാനസിക പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ആരാധനകൾ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. രാത്രി നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ഈമാൻ ഉണ്ടെന്ന് ഏറ്റവും വലിയ സത്യമാണത്. രാത്രി നിസ്കാരം, സുന്നത്ത് നോമ്പ്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അദ്കാറുകൾ, നാവിൻ്റെ തുമ്പത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പോലെയുള്ള വാചകങ്ങൾ നമ്മൾ ഉരുവിടുക. ഇതൊക്കെ ആർക്കാ കഴിയുള്ളൂ സഹോദരങ്ങളെ? രഹസ്യ ജീവിതത്തിൽ റബ്ബിനെ ഭയപ്പെടുന്ന ഇബാദത്തുകൾ നിർവഹിക്കുന്ന ഒരാൾക്കേ കഴിയുള്ളൂ. പള്ളിയിൽ കുറച്ചു നേരം ആരും കാണാതെ വന്ന് ഒറ്റയ്ക്കിരിക്കുക. റബ്ബിൻ്റെ വീടാ പള്ളി, അള്ളാൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കണത്. അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ പറയുന്നില്ല, പടച്ചോനെ നിന്റെ കരുണയുടെ കവാടം ഈ സാധുവിന് നീ തുറന്ന് തരണേ റബ്ബ് എന്ന് പറഞ്ഞിട്ടാ ആഗമനത്തിൽ തന്നെ നമ്മൾ പറയുന്നത്. വന്നിരിക്കുന്നു നമ്മൾ റബ്ബിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ദീർഘമായ റുക്കൂകളിലൂടെ, സുജൂദുകളിലൂടെ, മനമുരുകിയ കൈപൊക്കിയുള്ള പ്രാർത്ഥനകളിലൂടെ റബ്ബിലേക്ക് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയണം. ആ സത്യസന്ധത ഒരു കണ്ണീരായി പുറത്തേക്ക് ഗമിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയാനുള്ള തൗഫീക്ക് പടച്ചോ നമുക്ക് നൽകിയാൽ സഹോദര, ആ കണ്ണീരിന് പടച്ചിട്ട് റബ്ബിട്ട വില എന്താണെന്നറിയോ? നരകമോചനമാണെന്ന് റസൂലുള്ളാഹി. لا يلج النار رجل بكى من خشية الله حتى يعود اللبن في الضرع. കറന്നെടുത്ത പാല് തിരിച്ചകിട്ടിലേക്ക് കയറാത്തതുപോലെ ആ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിലൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന രക്തത്തുള്ളിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ആരും കാണാതെ ഖൽവത്തിൽ ഒറ്റയ്ക്കിരുന്ന് പടച്ചറബിനെ കുറിച്ച് ആലോചിച്ച് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ബേജാറായി പടച്ചറബിനോട് മനമുരുകിയ ഒരു കരച്ചിൽ നിന്നും വന്നൊരു കണ്ണീരാണെങ്കിൽ അതൊക്കെ ആർക്കാ സഹോദര തൗഫീക്ക് കിട്ടുക? രഹസ്യ ജീവിതത്തിൽ ഇബാദത്തിൻ്റെ ഉടമകളാകണം എനിക്ക് എന്നൊരു പ്രതീക്ഷയും ഒരു പ്രാർത്ഥനയും ഒരു നെയ്യത്തൊക്കെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുമ്പോഴേ കഴിയുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നല്ല മരണം, അവിടെയാണ് ബർസഖിൽ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ, തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തണം. സഹോദരങ്ങളെ, കർമ്മങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് പരസ്യമാക്കേണ്ടിയും വരും. എല്ലാതും എല്ലായ്പ്പോഴും നമുക്ക് രഹസ്യമാക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. ചിലതൊക്കെ നമ്മൾ പരസ്യമാക്കലിലായിരിക്കും ഖൈർ. എന്താ? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പറഞ്ഞു സിർറൻ വഅലാനിയ, സിർറൻ വഅലാനിയ, പരസ്യമായും രഹസ്യമായെന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ചില സമയത്ത് ചിലപ്പോൾ പരസ്യമായി കൊടുക്കലായിരിക്കും ഏറ്റവും അഫ്ദൽ. അതെങ്ങനെ? ഞാൻ പരസ്യമായിക്കൊണ്ടൊരു കാര്യത്തിന് നേതൃത്വം കൊടുത്താൽ
അത് ബാക്കിയുള്ളവർ കൂടെ ഏറ്റുപിടിക്കും, അവർക്ക് കൂടെ ആ നന്മക്കത് മോട്ടിവേഷനാകും എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പരസ്യമാക്കലായിരിക്കും ഖൈർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും നന്മക്ക് നേതൃത്വം കൊടുത്താൽ അത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് കിട്ടുന്നതാണ്. ഒരു സാധുവായ മനുഷ്യൻ വന്നിട്ട് സ്വതക്ക ചോദിച്ചു, പ്രവാചകൻ്റെ കൈകളിലൊന്നുമില്ല. ഇപ്പോൾ കൂട്ടത്തിലൊരു സാധു വന്നിട്ട് അദ്ദേഹം നല്ലൊരു വിഹിതം ഇട്ടു. അപ്പോൾ കൂടെയുള്ള ആളുകൾക്കൊക്കെ അത് വല്ലാത്തൊരിതായി. കൂടെയുള്ള ആളുകളൊക്കെ ഇദ്ദേഹം തന്നെ എത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തായാലും ഇടപെടണമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താക്കി, എല്ലാവരും പോയി തിരിച്ചു വന്നു. വലിയൊരു കൂമ്പാരമായി. അവിടെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതെന്തിനാ ചെയ്തത്? ആ നന്മയ്ക്ക് ഞാൻ പരസ്യമായി ചെയ്തത് ബാക്കിയുള്ളവർ ചെയ്യുന്ന നന്മകൾ കൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരണം എന്ന വലിയ ഒരു ബുദ്ധി ഉപയോഗിച്ചുള്ള കളിയാണത്, പരലോകത്തിന് വേണ്ടിയിട്ട്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, രഹസ്യ ജീവിതത്തിൽ നന്മകൾ മാത്രം പോരാ, രഹസ്യ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം നമ്മൾ പ്രാർത്ഥിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി, എനിക്കറിയാം എൻ്റെ സമൂഹത്തിൽ വരുന്നൊരു ടീം, എന്താ, യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി മിസാലി ജിബാലി തിഹാമ, അംസാലി ജിബാലി തിഹാമ. എന്താ, ഒരു തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുമായി കൊണ്ട് നഊദു ബില്ലാഹ് നാളെ പരലോകത്തെത്തുന്ന ചില മനുഷ്യന്മാരുണ്ട്. എന്നിട്ടോ ഫയജ്അലഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ, ആ കർമ്മങ്ങളെയെല്ലാം, കൂറ്റൻ കർമ്മങ്ങളെയെല്ലാം പടച്ചർബ് ധൂളികളെ പോലെയാക്കുന്നതാണ്. എമ്പാടും നന്മകൾ ചെയ്തിട്ട് ആ നന്മകളുടെ ഭാണ്ഡവുമായി കൊണ്ട് പരലോകത്തെത്തിയിട്ടും അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിഫ്ഹിം ലനാ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾ പറഞ്ഞുതരും, ഓൽക്ക് എന്താ പറ്റിയത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താണെന്നറിയോ? അവർ നിങ്ങൾ നിസ്കരിച്ച പോലെ നിസ്കരിച്ചവരാ, നിങ്ങളെ സ്വതക്കൊടുത്ത പോലെ സ്വതക്കൊടുത്തവരാ, സ്വഭാവത്ത് എന്തൊരു നന്മ ചെയ്യണമെന്നാണോ നമുക്ക് കാണിച്ചെന്ന് അതുപോലെ ചെയ്യുന്നവരാ. പക്ഷെ അവർക്കൊരു പ്രശ്നം, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അവർക്കൊരു തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ തന്നെ ആരും കാണുന്നില്ല എന്ന ഒരു ഖൽവത്തിലേക്ക്, രഹസ്യാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിരോധിക്കപ്പെട്ടതെല്ലാം കാണുകയായി, പറയുകയായി, കേൾക്കുകയായി, ആസ്വദിക്കലായി ഹറാമിൽ അങ്ങോട്ട് മുങ്ങിത്താഴുമെന്നാണ്. സഹോദരങ്ങളെ, നഷ്ടമായിരിക്കും. അതുകൊണ്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞത്, അഖ്സറുൽ ഖാസിരീൻ, ഏറ്റവും വലിയ നഷ്ടക്കാരാരെന്നറിയോ? മൻ അബ്ദാ ലിന്നാസി സ്വാലിഹ അഅ്മാലിഹി, ജനങ്ങളുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞു, വബാറസ ബിൽ ഖബീഹി മിൻ മൻ ഹു അഖ്റബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്, പക്ഷേ കണ്ടനാടിയോളം അടുത്തിരിക്കുന്ന ഒരുത്തൻ്റെ മുമ്പിൽ മാത്രം ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ആരാ? റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ മോശമായ പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടത്തിലാണ് എന്നതാണ്. സഹോദരങ്ങൾ, തെറ്റുവന്ന് പോയേക്കാം, മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴേക്ക് സംഭവിച്ചേക്കാം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ബോധപൂർവം ഒന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യണമെന്നൊരു പ്ലാനിങ്ങോടുകൂടെ നമ്മൾ നടക്കാൻ പാടില്ല. വലിയ നഷ്ടമായിരിക്കും. നമ്മുടെ രഹസ്യ ജീവിതം നന്മകളെ കൊണ്ട് നിബിഡമാക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയുള്ള പ്ലാനിങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അത് വിജയിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് നമ്മുടെ മേലെല്ലാം വാജിബായ കാര്യമാണ്. നമ്മളും പഠിക്കണം, നമ്മുടെ മക്കൾ മതബോധമുള്ള മക്കളായിക്കൊണ്ട് മാറണം. സാധാരണ നമ്മൾ അവലംബിക്കുന്ന മദ്രസകളെയാണ്. മദ്രസകൾക്ക് ചില പരിമിതികളുണ്ട്, അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് ചില ആളുകളെങ്കിലും വിശ്വസിച്ചിട്ടുള്ളത്. നല്ല സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളുടെ മതപഠനം എന്ന് പറഞ്ഞാൽ മരിക്കോളം കിട്ടേണ്ട കാര്യമാണ്. അത് ഏറ്റവും നന്നായിക്കൊണ്ട് കിട്ടണം. മതപഠനം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടണം. പ്രത്യേകിച്ച് അവർ തെറ്റിലേക്ക് പോകുന്നൊരു കാലമുണ്ടല്ലോ, അല്ലേ? ഒരു 10-25 വയസ്സ് വരെയൊക്കെ നല്ല പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് അൽഹംദുലില്ലാഹ് നമുക്ക് ഓവർകം ചെയ്യണം എന്ന നിലക്കാണ് നമ്മൾ CRE എന്നൊരു സംവിധാനം നമ്മൾ വെച്ചിട്ടുള്ളത്. ഹൈസ്കൂൾ മുതൽ അങ്ങനെ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും മതം ആഴ്ചയിൽ ഒരിക്കൽ സിസ്റ്റമാറ്റിക്കായി ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുവാനുള്ള അൽഹംദുലില്ലാഹ് ഗംഭീരമായ ഒരു സംവിധാനമാണ് CRE. അത് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഒരു പള്ളി കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും അസറിന് ശേഷം അത് നടക്കുകയാണ്. നമ്മുടെ മക്കൾ, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, അതുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ഉറപ്പുവരുത്തണം. ആഴ്ചയിൽ 1 മണിക്കൂർ അവർ പഠിക്കട്ടെ. സഹോദരങ്ങളെ, അവർ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് അവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. വിശിഷ്യ ആ സമയത്ത് തന്നെ വളരെ മാതൃകാപരമായിക്കൊണ്ട് ഇവിടെ അൽഹംദുലില്ലാഹ് ആ സമയത്ത് തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകം ക്ലാസ് വെച്ചിട്ടുണ്ട്.
അപ്പോൾ പെൺകുട്ടികളുമായിക്കൊണ്ട് സഹോദരിമാർ വരികയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കാം, സഹോദരിമാർക്ക് മറ്റൊരു ക്ലാസ് ഉപയോഗപ്പെടുത്തുകയുമാകാം. ആ നിലക്കൊക്കെ ഇൻഷാ അള്ളാഹ് ഈ ദീനിൽ നിന്നും തെറിച്ചു പോകാതിരിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഇതിന് വല്ല ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇതിന് വല്ല ആവശ്യമുണ്ടോ? ഈ ജുമഅന് ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇതെന്തിനൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യണത്? നമ്മുടെ ദീന് മരിക്കുന്നതിന് മുൻപ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. നല്ലൊരു തലമുറ നമ്മളിലൂടെ ഇവിടെ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി അധ്വാനിക്കുക, റഹ്മാനായ റബ്ബിനോട് ആ മനമൊരുകി പ്രാർത്ഥിക്കുക. നമുക്ക് രക്ഷപ്പെടണം ഇൻഷാ അള്ളാഹ്. നമുക്കൊരു മരണമുണ്ടോ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ല നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് റബ്ബ് നമുക്ക് നൽകിയൊരു വസിയ്യത്താണെങ്കിൽ ആ ഒരു വസിയ്യത്ത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് ബോധപൂർവമായ ക്രമീകരണങ്ങൾ വേണം. എങ്ങനെയെങ്കിലും ജീവിച്ച് നടക്കില്ല. ബോധപൂർവമായ നമ്മൾ തന്നെ വിചാരണ ചെയ്ത് നിരന്തരമായിക്കൊണ്ട് നമ്മളെപ്പറ്റി ആലോചിച്ച് പ്രശ്നോനെ എവിടെയെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ, കഴിഞ്ഞ ആഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചോ, ഈ ഒരു മാസം മൊത്തം എടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ നിരന്തരമായി നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പേടിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രഹസ്യ ജീവിതത്തെ ഏറ്റവും കൺകുളിർമയുള്ള റബ്ബിനെ ഏറ്റവും ഇഷ്ടമുള്ള യഥാർത്ഥ ഈമാനിൻ്റെ അവകാശികൾ ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങളും രഹസ്യ ജീവിതത്തിൽ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് പ്രത്യേകമായ തൗഫീഖും ഈമാനും ഇഖ്ലാസും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, രഹസ്യ പരസ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ അപാകതകൾ, താളപ്പിഴവുകൾ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞ മുഴുവൻ നന്മകളും അതിൽ എത്ര വലിയ പോരായ്മകളുണ്ടെങ്കിലും അള്ളാഹുവേ, നിൻ്റെ മഹത്വം കൊണ്ട്, നിൻ്റെ കൃപ കൊണ്ട്, നിൻ്റെ ഔദാര്യം കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് പരിപൂർണമായി നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന അമലായി നീ അതിനെ പരിവർത്തിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങളുടെ ഇണകളിലെല്ലാം നീ ബറക്കത്തിന് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ ആയുസ്സിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ ആവശ്യമായ എല്ലാവിധ തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഭാഗമാക്കുവാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.